ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി പൊക്കൂടെ? അതോ ഈ പാവ അമ്മയെ കൊല്ലിച്ചിട്ട് ഇറങ്ങി പോളോ? ആര് ചത്താൽ എനിക്ക് എന്താടി? ബലിയിടാൻ പോലും മൂത്ത മകൻ എന്നുള്ള ബന്ധവും പറഞ്ഞ് വന്നേക്കരുത്. ഹരിതയോട് മര്യാദയ്ക്ക് പെരുമാറണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടാ. ഞാൻ മുമ്പ് ഇരിക്കുമ്പോ അവളോട് നീ ഭർത്താവിന്റെ അധികാരം ഒന്ന് കാണിക്കണ്ട. എന്റെ ചേട്ടാ, ഞാൻ അധികാരം കാണിച്ചതൊന്നും അല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അതെ, വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആണുങ്ങളെ പോലെ സ്വന്തം കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് പണം കൊടുക്കാനേ സ്വന്തം അമ്മായിയപ്പന് പോലും തോന്നൂ. എടാ, നിന്നെ കൊണ്ട് നിന്റെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? അത് പോട്ടെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് അവകാശപ്പെട്ട പണം കൂടി നിന്റെ ചേട്ടൻ നിന്റെ തന്തയെ പറ്റിച്ച് തട്ടിയെടുത്തു. ആ പണം കൊണ്ട് പ്രകാശന് സ്വന്തമായിട്ടൊരു വീടുമായി. തീർന്നില്ല, ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ കൊടുത്ത കേസിലും നിനക്ക് 8ന്റെ പണി കിട്ടിയില്ലേ? ഈടാ, ഇതിനൊക്കെ വല്ല തിരിച്ചടിയും കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? കിട്ടുന്ന പരാജയങ്ങളൊക്കെ വാങ്ങി കക്ഷത്തു വച്ചുകൊണ്ട് ആണും പെണ്ണും കെട്ടവനെ പോലെ വന്ന് നിൽക്കും. അങ്ങനെയുള്ള നിന്നെ എന്ത് ധൈര്യത്തേടാ ഞാൻ പണം തന്ന് സഹായിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ കഴിവുകേടുകളെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ അച്ഛന് കൊടുക്കാൻ കോടതി എനിക്ക് വിധിച്ചിരിക്കുന്നത് വലിയൊരു സംഖ്യ. അത് കെട്ടിവെക്കാൻ എന്റെ കയ്യിൽ പണമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കടലിലോ കായലിലോ ചാടാം, ഫാനിൽ കെട്ടിത്തൂങ്ങാം. ഇതിലേതെങ്കിലും ചെയ്ത് ഒഴിവായി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാം. അച്ഛാ, ഇങ്ങനൊന്നും പറയല്ലേ. ഇതെന്റെ ഭർത്താവാ. ഓഹോ, വെറുതെ എന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഈ കുഞ്ഞിനെങ്കിലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട്. ഒരമ്മയാവാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. വേണ്ട, നീ ഒന്നും പറയണ്ട. കടങ്ങളെല്ലാം വലിച്ചുവാരി കൂട്ടിയിട്ട് പെങ്ങളുടെ സ്വസ്ഥത കെടുത്ത് നടക്കുന്ന ഭർത്താവ്. ഇവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. ഈ വീട്ടിൽ ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ. അത് ഓർമ്മ വേണം മനോജിന്. ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരച്ഛനെന്ന നിലയിൽ നീ കാണിച്ചില്ലെങ്കിലും കൊച്ചിന്റെ അമ്മാവനെന്ന നിലയിൽ എനിക്ക് കാണിച്ചേ പറ്റൂ. ഇതോടെ മാധവൻ നായരും പ്രകാശനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ കടപ്പാടുകളും അവസാനിക്കാം കേട്ടോ. ഓർത്തു വെച്ചോ. ഇനി മകനെന്ന ബന്ധം പറഞ്ഞ് നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ എന്റെ വീട്ടിലേക്ക് കാലുകുത്തി പോവരുത്. ആ
ഒരു കാര്യം കൂടി, എനിക്കില്ലാത്ത ബന്ധം എന്റെ ഭാര്യയും മകനുമായിട്ടും നിങ്ങൾക്ക് വേണ്ട. അമ്മേ, കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി പൊക്കൂടെ? അതോ ഈ പാവം അമ്മയെ കൊല്ലിച്ചിട്ട് ഇറങ്ങി പോവളോ? ആര് ചത്താൽ എനിക്ക് എന്താടി? ബലിയിടാൻ പോലും മൂത്ത മകൻ എന്നുള്ള ബന്ധവും പറഞ്ഞ് വന്നേക്കരുത്. എല്ലാ ബന്ധങ്ങളുടെയും ബാണ്ടക്കെട്ടും ഇവിടെ ഇറക്കി വെച്ച് അതിന്റെ മുകളിൽ കാർക്കിച്ചു തുപ്പിട്ട ഈ പ്രകാശൻ ഇവിടെ നിറങ്ങുന്നത്. ഒരിക്കൽ ആട്ടിവിട്ട ചൂല് ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഇത് എന്റെ വീടാ. ഇറങ്ങി പോകുന്നുണ്ട് ഇവിടുന്ന്. അമ്മേ, അമ്മേ, അച്ഛാ, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വരാം. ശരി ചന്ദ്രു, എന്താ? ഹരിതേ, എന്നോട് പിണങ്ങരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ഹരിതേ, നിന്റെ ഭർത്താവാണ് ഞാൻ, നിന്റെ അച്ഛന്റെ സ്വന്തം മരുമകൻ. എന്നിട്ടും എന്നെ സഹായിക്കാതെ എന്റെ ചേട്ടനെ സഹായിച്ച എന്തിനാണെന്ന് ഞാൻ നിന്റെ അച്ഛനോട് അപ്പോഴത്തെ സങ്കടത്തിലൊന്ന് ചോദിച്ചു പോയി. അതിത്ര വലിയ തെറ്റാണോ? തെറ്റതൊന്നുമല്ല. ഒരു പണിയും എടുക്കാതെ ഭാര്യ വീട്ടിലിങ്ങനെ തിന്നും കുടിച്ചും വെട്ടി വിഴുങ്ങി ഒരു ഉളുപ്പില്ലാതെ ഇവിടെ കഴിയുന്നതാ നീ ചെയ്യുന്ന തെറ്റ്. ആ പ്രകാശിന്റെ കയ്യിന്ന് നിനക്ക് അർഹതപ്പെട്ട പണം വാങ്ങിയെടുക്കാതെ അയാളോടൊപ്പം ചേർന്ന് വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോയി അടുത്ത ബാധ്യത കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഹരിതേ, ഞാനതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? മനോജെ, നീ ഒരു അച്ഛനാവാൻ പോവാ. ഈ ഒരു അവസ്ഥയിലെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം. ഹരിതേ, അതാ ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ? എടാ, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നത് പോലും ഇഷ്ടമല്ല. നീയാണോ എന്റെ ആദ്യത്തെ കുഞ്ഞിനെ ആ വന്ദനെ കൊണ്ട് നശിപ്പിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഹരിതേ, അനാവശ്യം പറയരുത്. പിന്നെ ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് അറിയിക്കാൻ വിളിച്ചപ്പോ പോലും നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അത് അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരുന്നു എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അക്കാര്യം നമ്മൾ പറഞ്ഞു തീർക്കുകയും ചെയ്തതാ. മനോജെ, എന്ത് പറഞ്ഞാലും യാതൊരു ഉളുപ്പുമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ചേട്ടൻ പ്രകാശം നിനക്ക് തരാന്ന് പറഞ്ഞ പണവും കൊണ്ടുവന്നിട്ട് നീ ഇനി എന്നോട് സംസാരിച്ചാ മതി. ഹരിതേ, മാനത്തെ കൊട്ടാരം